ഒന്ന് തുടരാമോ? ശ്യാമിലി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്യാമിലി, ജാമ്യമില്ല ഈ പ്രതിക്ക്, നീതിപീഠം ശ്യാമിലിക്കൊപ്പമാണ്. എന്താണ് ഇപ്പോൾ പ്രതികരിക്കാനുള്ളത്? കോടതി പ്രതികരിക്കാൻ പിന്നെ കണ്ണുകൾ നിറയുന്നു. കോടതി അടുത്ത തീരുമാനം എന്ത് തന്നെ ആയാലും ഞാനത് അംഗീകരിക്കുമെന്നുള്ളതാണ്. റിമാൻഡ് ചെയ്യണമെന്ന് കോടതിക്ക് അത് എന്റെ കംപ്ലൈന്റ് പ്രോസിക്യൂഷന്റെ ഹിയറിംഗ് ഒക്കെ കേട്ടപ്പോൾ തോന്നി. അതിൽ ഒത്തിരി സന്തോഷം. എന്താണോ നീതി എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നുന്നു അത് നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോടതിയുടെ തീരുമാനം എന്ത് തന്നെ ആയാലും ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നും എനിക്ക് അവസരത്തിൽ പറയാനില്ല. ഷാബലി, ഒരു കാര്യം കൂടി, ഇതൊരു വലിയ പാഠം കൂടിയാണ്. കാരണം നമുക്കറിയാം ജൂനിയർ അഭിഭാഷകർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പല കാലങ്ങളിലായിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെയുള്ള വിഷയങ്ങളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കേസ് കൊണ്ട് അത്തരത്തിലൊരു വലിയ മാറ്റം കൂടി ആ മേഖലയിൽ ഉണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുവാണെങ്കിൽ വളരെ സന്തോഷം. മാറ്റങ്ങളുണ്ടാകട്ടെ. എന്നും മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ. ഉണ്ടാകുമെങ്കിൽ വളരെ സന്തോഷം. അതിന് ഞാനൊരു കാരണമാകുമെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നുള്ളതാണ്. ശ്യാമിലി, ഇപ്പം മാനസികമായിട്ടും സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണെന്നറിയാം. ശാരീരികമായിട്ട് നേറ്റ അടിയുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓക്കെയാണോ ഇപ്പോൾ? നല്ല പെയിൻ ഉണ്ട്. എന്റെ ഫേസ് കാണുമ്പോ അറിയാം. നീര് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. നല്ല പെയിൻ ഉണ്ട്. ആ മാസ്കൊക്കെ മാറി വരുന്നുണ്ട്. എന്നാലും നല്ല പെയിനാണ്. എനിക്ക് ആ കവള തൊടുമ്പോ കവളുടെ ചൂട് ഇപ്പോഴും എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നു. അത് അനുഭവിക്കുന്ന എനിക്ക് അത് മനസ്സിലാവൂ. മറ്റൊന്നും എനിക്ക് പറയാനില്ല. മനസ്സിലാക്കുന്നു. പോലീസ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചിരുന്നോ ശ്യാമിലി? അതായത് ഇനി ചോദ്യം ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്? ഇല്ല. പോലീസ് മറ്റൊന്നും എന്നെ അറിയിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും എനിക്ക് അവരുടെ അന്വേഷണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണ സംതൃപ്തയാണ്. എന്ത് തന്നെയായാലും പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. വളരെ നല്ല രീതിയിൽ അതുപോലെ കോടതി എന്ത് തീരുമാനം എടുത്താലും ഞാൻ അംഗീകരിക്കില്ല. മറ്റൊന്നും. ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിന്ന് പറഞ്ഞല്ലോ ശ്യാമിലി, അതൊക്കെ പോലീസ് ചോദിച്ചിരുന്നോ? അതും കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? അതൊക്കെ കേസ് നടക്കില്ല, അന്വേഷണം നടക്കില്ല. തുടർന്നുള്ള കേസ് അറിയിക്കാം. അന്വേഷണം നടക്കട്ടെ. ശ്യാമിലിയുടെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? അതായത് ഇപ്പം ശാരീരികമായിട്ടും അല്ലാതെയും മാനസികമായിട്ടും ഒക്കെ ആകുമ്പോൾ തിരിച്ച് വീണ്ടും മഞ്ചൂരിലേക്ക് എത്തുന്ന തരത്തിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്? യെസ്, ടെലിഫോൺ കട്ടായതാണ്. ഷിജോ വീണ്ടും ചേരുന്നുണ്ട്. ഷിജോ, ശ്യാമിലി അത് കൃത്യമായിട്ട് പറയുന്നു. നീതിപീഠം എങ്ങനെയാണോ ഇല്ലെങ്കിൽ നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അതെന്താണെങ്കിലും അത് അംഗീകരിക്കും എന്നാണ് ശ്യാമിലി പ്രതികരിച്ചത്. മാത്രമല്ല അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. മുഖത്തുണ്ടായ വീക്കം പോലും മാറിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ ജാമ്യം നൽകാതിരിക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ് എന്ന് തോന്നുന്നു സംസാരത്തിൽ. ഇനി എന്താണ് കേസിന്റെ തുടർ നടപടി? ധനിയ, അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം തന്നെ പറയാം. ഇതിനകത്തൊരു കാര്യമുണ്ട്. മറ്റ് കോടതിയിലെ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നടക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും പ്രതിയെ കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലേക്ക് പ്രതി ബെയിലിൻ ദാസുമായിട്ട് പോലീസ് വാഹനം പോയിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഫോർട്ട് ആശുപത്രിയിൽ പോയി വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ വീണ്ടും ഈ പറയുന്ന വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ജയിലിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും റിമാൻഡാണ്. റിമാൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതി ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. കഴിഞ്ഞ ചൊവ്വാഴ്ച വരെ കറുത്ത കുപ്പായവുമിട്ട് കറുത്ത ഗൗണുമിട്ട് കോടതിയിലേക്ക് തന്റെ കക്ഷികൾക്ക് വേണ്ടി വാദിക്കാൻ പോയിരുന്ന പ്രതി ബെയിലിൻ ദാസ് ഇന്ന് ഒരു പ്രതിയായിട്ടാണ് എനിക്ക് മുന്നിൽ കാണുന്ന വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടി ഇവിടുന്ന് പുറത്തേക്ക് പോയത്. ഏതാണ്ട് 11 മണിയോടുകൂടി പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ കൊണ്ടുപോയപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പോലീസ് വാദിച്ച ഒരു കാര്യം, വാദിഭാഗം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദിച്ചൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ശ്യാമിലിക്ക് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. സഹപ്രവർത്തകരുടെ മുന്നിലിട്ട് 2 തവണ ഈ ശ്യാമിലിയെ പ്രതി മർദ്ദിക്കുകയും ചെയ്തു. ആ മർദ്ദനത്തിനൊപ്പം തന്നെ ശ്യാമിലിയുടെ മുഖത്ത് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ശ്യാമിലി അവിടെ വെച്ച് വിധേയമായത്. ശ്യാമിലിയുടെ മുഖത്ത് പൊട്ടലുമുണ്ട്. അപ്പോൾ നിലവിൽ ആദ്യം 3 വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്.
ആ 3 വകുപ്പുകൾക്ക് പുറമെ മറ്റൊരു വകുപ്പ് കൂടി ആദ്യഘട്ടത്തിൽ നമുക്കറിയാം പോലീസ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് BNS 126 ക്ലോസ് 2 74 അതുപോലെ തന്നെ 115 ക്ലോസ് 2. അതിനും അപ്പുറത്തേക്കാണ് ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതിന് മുൻപ് പുതിയൊരു വകുപ്പ് കൂടി BNS 118 ക്ലോസ് 3, അതായത് കൈ ഉപയോഗിച്ചുകൊണ്ട് മുഖത്തടിക്കുക, ആ അടിയിൽ കവിളിലെ താടിയലിന് പൊട്ടലേൽക്കുക, അങ്ങനൊരു വകുപ്പ് കൂടി ചേർത്താണ് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. അപ്പോൾ 3 വകുപ്പുകൾ, നിലവിൽ 4 വകുപ്പുകളുണ്ട്, അതിൽ 3 വകുപ്പുകളും ബെയിലബിൾ ഒഫൻസ് ആണ്. പക്ഷേ BNS 74 മാത്രമാണ് നോൺ ബെയിലബിൾ. ആ കാര്യമടക്കം മജിസ്ട്രേറ്റ് വളരെ കൃത്യമായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് നമുക്ക് എടുത്തു കാണേണ്ടതാണ്. നീതിപീഠം ശ്യാമലിക്കൊപ്പം നിന്നു. എന്തായാലും പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. നാളെ ഈ പ്രതി ബെയിലൻ ദാസ് കോടതിയിൽ ജാമ്യാപേക്ഷ. ഷിജോ, ഇതിനൊപ്പം തന്നെ ചോദിക്കട്ടെ, ഇപ്പം വഞ്ചൂരിൽ നിന്ന് വളരെ സാഹസികമായിട്ട് ബെയിലിനെ പുറത്തേക്ക് എത്തിച്ചു. അപ്പം തുടക്കം മുതൽ തന്നെ, ആദ്യ ദിവസം മുതൽ തന്നെ ഷിജോ കാണുന്നുണ്ടാകും അവിടുത്തെ അഭിഭാഷകർ, പ്രത്യേകിച്ച് സംഘടനയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ബെയിലിനെ സംരക്ഷിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. കാലങ്ങളായിട്ട് നമുക്ക് അവിടെ വക്കീലന്മാർ ഏത് തരത്തിലാണ് പെരുമാറുന്നത് നമ്മളോടുൾപ്പെടെ എന്നുള്ളതും നമുക്കറിയാം. അപ്പം ഇനിയുള്ള സംരക്ഷണം എങ്ങനെയായിരിക്കും? തന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതടക്കം അഭിഭാഷക സമൂഹത്തിന് വലിയ കളങ്കമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന വാചകത്തെയും നമ്മളെയും ഇങ്ങനെ നിരീക്ഷിച്ചു വരികയാണ് ഈ വഞ്ചിയൂരിലുള്ള അഭിഭാഷക കൂട്ടം. നമ്മൾ പറയുന്ന വാചകം അല്ലെങ്കിൽ നമ്മളെ ഒരു തരത്തിലും റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ചില സമീപനങ്ങൾ പലയിടങ്ങളിലും അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവരുടെ ഒപ്പമുള്ള ഒരു അഭിഭാഷക ഇത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമാകേണ്ടി വരുമ്പോൾ അത് അഭിഭാഷക സമൂഹത്തിന് നാണക്കേടല്ല, പക്ഷേ അത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നാണക്കേട് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം.